ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി വരുമ്പോൾ തന്നെ അമ്മയും കൂടി ഷ്യാമിന്റെ വിവാഹക്കാര്യം പറയുമ്പോൾ തട്ടിക്കേറുവാണ് എന്ന് പറയും. തട്ടിക്കേറുവാണ്. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, ഹോ, ഈ പെണ്ണിന് ഇത് എന്തിന്റെ അഹങ്കാരമാ? ഷ്യാമോനെ പോലത്തെ ഒരു നല്ലൊരു പയ്യനെ ഭർത്താവായി കിട്ടണട്ടെ ഏത് പെണ്ണും ആഗ്രഹിക്കും. ഇവൾക്ക് ഇത് എന്തു പറ്റി എന്ന് പറയുമ്പോൾ അമ്മായി, ഞാൻ ഷ്യാം സാറിനെ അങ്ങനെയല്ല കാണുന്നത്, നല്ലൊരു സുഹൃത്തായിട്ടാണ് കാണുന്നത്. അതിനെന്താ, നിനക്ക് സുഹൃത്തിനെ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അമ്മായി, എനിക്ക് സുഹൃത്തിനെ കല്യാണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ്. ആ, കേട്ടില്ല എടുത്ത് ഇവള് പറയണത്. ഇവളുടെ കാര്യം എടുത്തിട്ട് ചേട്ടന് എപ്പോഴും വിഷമോ, ആ സമയത്ത് ഇവളും കൂടി ഇങ്ങനെ തുടങ്ങിക്കണേ ഈ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ എന്താകും എന്നിങ്ങനെ അമ്മായി ചോദിക്കുക കേട്ടോ. മോളെ, എന്താ മോളെ നിനക്ക് ഷംസാനെ ഇഷ്ടമല്ലാതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മായി ചോദിക്കണ്ട്, അതോ വേറെ ആരെങ്കിലും നിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ഒന്നുമില്ല എന്ന് പറയാണ്. പിന്നെ എന്താ നിനക്ക് കല്യാണത്തിന് സമ്മതിച്ചാ? എനിക്ക് എന്തായാലും ഷംസാനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയണേ. ഇത്രയോ യോഗ്യനായിട്ടുള്ള വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നോ? നിന്റെ അച്ഛൻ ഇത്രയും യോഗ്യനുള്ള ആളെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അവിടെ സ്വപ്നം കണ്ട് കിടക്കുക. അച്ഛൻ അങ്ങനെ അമ്മായിടത്ത് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. എന്തായാലും ഷ്യാംസാനെ അങ്ങനെ ഭർത്താവായിട്ട് കാണാട്ടോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുകയാണ്. ഓ, ഈ പെണ്ണിന് എന്ത് പറ്റി എന്നിങ്ങനെ അമ്മയും ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം ശ്രുതി നേരെ പോണത് അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛനെ കഞ്ഞി കൊടുക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അച്ഛ, ഞാൻ കാണിക്കുന്നത് ധിക്കാരമാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ്റെ ആഗ്രഹത്തിന് ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. പക്ഷേ എനിക്കെന്തോ പറ്റുന്നില്ല അച്ഛ ഷ്യാംസാനെ ഭർത്താവായിട്ട് കാണാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയാണ്, എനിക്ക് മനസ്സിലായി അച്ഛൻ പറയാൻ ശ്രമിക്കുന്നത് വിവാഹത്തിന് സമ്മതിക്കണമെന്നായിരിക്കും അല്ലേ. എനിക്ക് വേണമെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കായിരുന്നു അച്ഛാ. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത പോലെ ആയിരിക്കും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നുണ്ടാവുക. അത് ഷ്യാംസാന്റെ കുടുംബജീവിതം കൂടി തകരാൻ കാരണമാവില്ലേ? എന്തിനാ അച്ഛാ ഒരാളുടെ കുടുംബജീവിതം കൂടി അങ്ങനെ ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തി ഞാൻ കളയണത്? ഷ്യാംസാറിന് ഒരു സുഹൃത്തായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ശരിയാ, ഷ്യാംസാർ ഒരുപാട് ഉപകാരങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതൊക്കെ ഷ്യാംസാർ തന്നെയാ ഈ കുടുംബത്തിന് ഇപ്പോഴും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരാളെ തള്ളിക്കാണത് ശരിയല്ലെന്ന് എനിക്കറിയാം. എനിക്കറിയില്ല അച്ഛൻ, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അച്ഛനറിയാവോ എന്താണ് ഷ്യാംസാറിന്റെ ഭർത്താവായിട്ട് അമ്മായിക്കിനെ പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം അതിനു വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അച്ഛനെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ത് ശ്രുതി ഇത്? അച്ഛൻ താൻ വിഷമിപ്പിക്കോ? താൻ അടുക്കളയിലേക്ക് പോയിക്കോ, ഞാൻ അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ ശ്രുതി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്യാം പറയുന്നുണ്ട് അച്ഛനോട്, അതെ, തൻ്റെ മകളുണ്ടല്ലോ ശ്രുതികുമാരി ലക്ഷ്മി, അവളെ ഞാൻ തന്നെ വിവാഹം കഴിക്കുള്ളൂ. കേട്ടല്ലോ, താൻ അതിനു വേണ്ടി വേറെ ഒന്നും അവളോട് പറയാൻ നിൽക്കണ്ട. അവൾക്ക് ഇപ്പൊ എന്നെ ഇഷ്ടമെന്നാ പറഞ്ഞേക്കണത്. പക്ഷെ എന്തായാലും അത് പതുക്കെ മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ലെങ്കിൽ തൻ്റെ പെങ്ങളെയും ഭാര്യനെയും കൊണ്ട് ഞാനത് മാറ്റിപ്പിക്കും. താൻ നോക്കിക്കോ, തൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ശ്യാംകുമാർ തന്നെയായിരിക്കും എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് അച്ഛനാകെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പെറുപുറത്തിങ്ങനെ നോക്കുവാട്ടോ. താൻ നോക്കണ്ടോ, താൻ നോക്കിക്കോ, ഇനി തൻ്റെ വായയും അതുപോലെ തന്നെ തൻ്റെ സംസാരമൊക്കെ ഈ ശ്യാമാകും. ഞാൻ പറയണതൊക്കെ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. താൻ എന്ത് പറയാൻ വന്നോ അത് ഞാൻ പറയും, അത് അങ്ങോട്ട് ആൾക്കാർ വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ ശ്രുതിയെടുത്ത് കുറച്ചുകൂടി അങ്ങോട്ട് പറയാൻ പോവാ. അച്ഛന് ഭയങ്കര വിഷമമായി, കല്യാണത്തിന് സമ്മതിക്കണമെന്നൊക്കെ അച്ഛൻ പറയണത്, അല്ലെങ്കിൽ അച്ഛന് വരാത്ത ബുദ്ധിമുട്ടാവുന്നൊക്കെ പറഞ്ഞാൽ അവൾ അങ്ങോട്ട് വീഴും. അവൾ കല്യാണത്തിന് വിവാഹത്തിന് സമ്മതിക്കും. താൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ശ്യാമോടെ നിന്ന് പോകുവാട്ടോ. അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷമാണ് ശ്രുതി രാത്രി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്നാലും എനിക്ക് എന്തായിരിക്കും ഷംസാറിന് ഇഷ്ടപ്പെടാൻ പറ്റാത്തത് എന്നെ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ, അതായത് അശ്വിനെ കെട്ടിപ്പിടിച്ചതും അശ്വിൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചതും ലൈറ്റ് എടുക്കാൻ നേരത്തെ അശ്വിൻ്റെ കൈകൾ മുഖത്ത് കണ്ടതും ഒക്കെ തന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഞാനെന്താ എപ്പോഴും ഈ കടലമിഠായിനെ കുറിച്ച് ആലോചിക്കണത് എന്നിങ്ങനെ ശ്രുതി വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ അതേസമയം നമ്മുടെ അശ്വിനും ശ്രുതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ശ്രുതിയുടെ മേത്ത് ലൈറ്റൊക്കെ വീണപ്പോഴേക്കും അതെടുത്ത് മാറ്റിയതും ശ്രുതി കെട്ടിപ്പിടിച്ചതും കയ്യിൽ പിടിച്ചത് സെയിം തന്നെ അശ്വിനും ആലോചിക്കുക കേട്ടോ. അശ്വിന് പക്ഷെ ചിരിയൊക്കെ വരുന്നുണ്ട്. അശ്വിൻ ഒറ്റയ്ക്കിരുന്ന് ശ്രുതിനെ കുറിച്ച് ആലോചിച്ച് ചിരിക്കുകയാണ്. ശ്രുതി ആണെങ്കിൽ ആ സമയം മനസ്സിൽ വിചാരിക്കുകയാണ്, എപ്പോഴും ഈ കടലമിഠായിയുടെ വിചാരം മാത്രമേ എനിക്കുള്ളൂ. ഈശ്വര, ഇനി ഈ കടലമിഠായിനെ ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടിട്ടാണോ എനിക്ക് ഷംസാറിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്? ഇനി അതായിരിക്കും കാരണം എന്ന് ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്. ചിലപ്പോൾ അതായിരിക്കും അല്ലേ? അതെ, ചിലപ്പോൾ അതായിരിക്കും എനിക്ക് ഷംസാറിനെ ഇഷ്ടപ്പെടാൻ പറ്റാത്തതിന് കാരണം. എന്തായാലും എൻ്റെ കുട്ടീഷ്ണ എനിക്കൊരു നല്ലൊരു മാർഗം പറഞ്ഞതാ. ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക? എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. ഷംസാറിനെ ഞാൻ സ്നേഹിക്കണോ, ഭർത്താവായിട്ട് കാണണോ, എല്ലാം കുട്ടീഷ്ണ തന്നെ എനിക്ക് പറഞ്ഞു തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ശ്യാമിനെയാണ്. ശ്യാം ആകെ ദേഷ്യം വന്നിട്ട് അഞ്ജലിയുടെ വീട്ടിലാണ് കേട്ടോ, അശ്വിന്റെ വീട്ടിലാണ്. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ശ്രുതികുമാരി, നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? എന്നെ നിനക്ക് ഭർത്താവായിട്ട് കാണാൻ പറ്റില്ലല്ലേ? നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നെ ഇഷ്ടമല്ല എന്ന്.
നിന്നെ ഞാൻ വിടില്ല, ഞാൻ നിന്നെ കല്യാണം കഴിച്ചിരിക്കും എന്നൊക്കെ പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എന്നാലും ഇത്ര യോഗ്യനായിട്ടുള്ള എന്നെ അവൾ എങ്ങനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു എന്നൊക്കെ പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഒരു ഗ്ലാസ് പാലുമായിട്ട് അഞ്ജലി വരുന്നുണ്ട്. ശ്യാമേട്ടൻ ഇതൊന്നും കഴിച്ചില്ലല്ലോ, ഈ പാലെങ്കിലും കുടിക്കും, എനിക്ക് വേണ്ട എന്ന് ശ്യാം പറയണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ, ഇന്നൊന്നും കഴിച്ചില്ലല്ലോ, വരാത്ത ക്ഷീണോ ആ ശ്യാമേട്ടനെ, ഈ പാല് കുടിക്കും, എനിക്ക് വേണ്ടെന്നല്ല അഞ്ജലി ഇതിനോട് പറഞ്ഞത്, എടുത്തോണ്ട് പോ നിന്റെ പാല് എന്ന് പറയാണ്. ആ സമയത്ത് അഞ്ജലിയുടെ മുഖം മാറുവാട്ടോ. അയ്യോ സോറി അഞ്ജലി, ഞാനൊരു ടെൻഷനിൽ. ശരി ശ്യാമേട്ട, എനിക്ക് മനസ്സിലായി ശ്യാമേട്ടന് എന്തോ വലിയ ടെൻഷൻ ഉണ്ടെന്ന്. സാരില്ല എന്ന് പറയണം. നിനക്ക് വിഷമമായോ എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ശ്യാമേട്ടൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട്. എന്തെങ്കിലും കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നോട് പറയത്തുമില്ല. എന്തായാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ശ്യാമേട്ടൻ്റെ മനസ്സിലെ വിഷമം മാറ്റിത്തരണമെന്ന്, അത് നന്നായിട്ട് നടക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന്. അതല്ലേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ആ പാല് ഗ്ലാസ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് ശ്യാം മനസ്സ് വിചാരിക്കുകയാണ്, അതേ അഞ്ജലി മോളെ, നീ പ്രാർത്ഥിക്കണം, ഈ ശ്യാമേട്ടൻ്റെ ഉള്ളിലെ കല്യാണക്കാര്യം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം വീണ്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാട്ടോ. അതിനുശേഷം രാവിലെ തന്നെ ശ്രുതി അശ്വിന്റെ വീട്ടിലേക്ക് വരുവാണ്. ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ ശ്രുതി പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ഇന്ന് ആ കടലമിഠായിനെ കാണാൻ ഇട വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പൊ തന്നെ രാമേട്ടൻ വരുന്നത്. ആഹാ മോളെത്തിയോ? എന്താ രാമേട്ട, മോളെ സുഭദ്രാമ അന്വേഷിക്കുന്നുണ്ട്, എന്തൊരു പ്രശ്നമുണ്ടോ? നാളെ ദീപാവലിയൊക്കെയല്ലേ മോളെ, എന്തോ പൂജ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അവിടെ അഞ്ജലി മോളുണ്ട്, മോള് ചെല്ലി. ശരി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ വരുന്നുണ്ട്. ആഹാ ശ്രുതി നീ എത്തിയോ, നിന്നെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്തു പറ്റി ലാവണ്യ മേഡം, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ വിളിച്ചോണ്ട് പോവാണ്. അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഈ ദീപാവലി എന്ന് വെച്ചാൽ എന്താ, ദീപാവലി നടത്തുന്നത് എന്തിനാ, അതിന്റെ ഐതിഹ്യം എന്താന്നൊക്കെ മുത്തശ്ശി നിന്നോട് ചോദിച്ചു മനസ്സിലാക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ കാര്യം, അത് ഞാൻ പറഞ്ഞുതരാലോ. അത് ശ്രീരാമ ഭഗവാനും അതുപോലെ തന്നെ സീതാദേവിയും പോയിട്ട് വനവാസം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് എത്തിയ ആ ഒരു ദിവസമാണ് ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്. വനവാസോ, അതൊരു സ്ഥലമാണോ? അയ്യോ മേഡം, അത് സ്ഥലമല്ല, അത് അച്ഛന്റെ തീരുമാനപ്രകാരം 14 വർഷം ശ്രീരാമ ഭഗവാൻ വനവാസത്തിലായിരുന്നു. ഭാര്യയും അതുപോലെ തന്നെ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ അനിയനെയും കൂട്ടിട്ട് വനവാസത്തിലായിരുന്നു. അവിടെ സീതാദേവിനെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ ശ്രമിച്ചു. രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സീതാദേവിയായിട്ട് അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ് ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്. അന്ന് അവിടെ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു, അതായിരുന്നു ദീപാവലി എന്ന് പറയുന്നു. ഇതായിരുന്നോ? ശരി, ഞാൻ മുത്തശ്ശി ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞല്ലോ, എനിക്ക് കേൾക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷെ കേട്ടപ്പോൾ രസമുണ്ട് എന്നൊക്കെ ലാവണ്യ ഇങ്ങനെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ ഇതൊക്കെ കേട്ടിങ്ങനെ വിചാരിക്കുകയാണ്, വനവാസത്തിന് അയക്കാൻ സമയം, ഒരാളെയും കൂടി വനവാസത്തിന് അയക്കണം, അല്ലെങ്കിൽ എൻ്റെ മോന്റെ ജീവിതം 4 വഴിക്കാവും. അപ്പൊ അഞ്ജലി അത് കേട്ട് വരുന്നുണ്ട്. എന്താ ആന്റി പറഞ്ഞത്? അഞ്ജലി മോളെ, ഞാൻ ഒരാളെ വനവാസത്തിലേക്ക് അയക്കണ കാര്യത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. വനവാസത്തിൽ അയക്കണ കാര്യോ? ആരെക്കുറിച്ച്? അതൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് ഒരാളെ വനവാസത്തിലേക്ക് അയക്കേണ്ടി വരും എന്ന് നമ്മുടെ മനോരമ അഞ്ജലി അടുത്ത് പറയുമ്പോൾ, അഞ്ജലി ഈ ആന്റി എന്തൊക്കെയാ പറയുന്നത് എന്ന രീതിയിൽ മനോരമയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.